ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വീട്ടിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. വേദി സ്കൂളിലെല്ലാം വിട്ട ശേഷം ഞാൻ നേരെ നമ്മുടെ തിരുമല കുശങ്കോട് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റെയിൻ സ്റ്റൈൽ, നമ്മുടെ ഗോ ഫ്രഷിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇരിക്കുന്നത് സ്റ്റെയിൻ സ്റ്റൈൽ. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇതൊരു യൂണിസെക്സ് സലൂണാണ്. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് നേരത്തെ പണിയുണ്ട്. എൻ്റെ മുടിയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ റൂട്ടൊക്കെ വന്ന് ഹെയറിൽ വന്ന് ഞാൻ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാറുണ്ട്. ബോട്ടോക്സോ കെരാറ്റിനോ സ്മൂത്തനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല, ഒരുപാട് വൈകിപ്പോയി. ഞാനിപ്പോൾ അതുകൊണ്ട് ബോട്ടോക്സ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഈ വക പരിപാടികളെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഹെയർ കളറിങ്, ബോട്ടോക്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികളും ഞാൻ സ്റ്റെയിൻ സ്റ്റൈലിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. എനിക്കിവരുടെ സർവീസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ടൈം ഹെയർ കട്ടെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് ചെയ്തത്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ഇതാട്ടോ അനു പറയുകയാണ്, മേഡത്തിൻ്റെ ഹെയർ സ്റ്റൈൽ, അനു വന്നിട്ട് ഡാർജിലിംഗ് ആണ് കേട്ടോ. വലിയ രീതിയിൽ മലയാളമൊന്നും അറിയില്ല, എനിക്ക് വലിയ രീതിയിൽ ഹിന്ദി അറിയത്തില്ല. എങ്കിലും പറഞ്ഞു, മാഡത്തിൻ്റെ ഹെയർ സ്റ്റൈൽ ഭയങ്കര ട്രെൻഡിങ്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ശ്രീകുട്ടിക്ക ഹെയർ സ്റ്റൈൽ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പം ഹെയർ 3 മാസമേ ആയുള്ളൂ, എത്ര പെട്ടെന്ന് വളർന്നു എന്നൊക്കെ ഇങ്ങനെ അനു പറയുമായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ശ്രീകുട്ടി എന്താണ് ഹെയറിൽ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചാൽ, ഞാൻ ആകെ വർഷത്തിലൊരിക്കൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കും. എന്നിട്ട് ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞ സാധനമില്ല, വല്ലപ്പോഴും ചെന്ന് ചിലപ്പോഴൊക്കെ സ്പാ ചെയ്യും, അല്ലെങ്കിൽ അതും ഉണ്ടാവത്തില്ല കേട്ടോ. ഇത് തന്നെയാണ് എൻ്റെ മുടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു വേവി ടെക്സ്ചറാണ്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ മുടി വളർന്ന് കുറേ ആയിട്ടും വലിയ രീതിയിൽ കേളായിട്ട് കിടന്നില്ലല്ലോ, ഒരു വേവി ടെക്സ്ചറായിട്ട് അങ്ങ് കിടക്കുമായിരുന്നു. എങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മെന മുഖത്ത് വരും കേട്ടോ, ഒരു വൃത്തിയൊക്കെ അങ്ങ് വരും. ഇന്നലെ ആരോ നമ്മുടെ ജുവലറി പോയത് കണ്ടപ്പോൾ മുടി എന്തിനെങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്, അഴിച്ചിട്ടുന്നതിന് കുറച്ചുകൂടെ ഭംഗിയായിരിക്കില്ലേ എന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അഴിച്ചിടുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ കെട്ടി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചിട്ട് തന്നെ നടക്കാം. ഇനി ഹെയർ കളറിങ് ഉണ്ട്. ഞാൻ ആകെ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം, ഹെയറിന് എന്തെങ്കിലും ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റും കൊടുക്കും, ഹെയർ കളറിങ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ത്രെഡിങ് പോലും ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും ഫംഗ്ഷൻ ഒന്നുമില്ലെങ്കിലും ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ഡിലേ ആയി, ഒരുപാട് താമസിച്ചു. കാരണം വസ്ത്രയുടെ പുറകെയുള്ള ഓട്ടമായതുകൊണ്ടാണ്. മറ്റത് ഈച്ചടിച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ പോയി ഹെയർ കളറിങ്ങും ഹെയർ സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്യാമല്ലോ. ഇനി 1 മന്ത് കഴിഞ്ഞേ നമുക്ക് ഹെയർ കളറിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്, നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഹെയറിന് ചെയ്തിട്ട് പിന്നെ 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ 10 മണിക്ക് വന്നു, 3 മണി വരെ ഇവിടെ ആയിരുന്നു. നല്ലതുപോലെ അനുവിൻ്റെ കൂട്ടാളിയും പേരെനിക്കറിയത്തില്ല കേട്ടോ, അഷ്കർ എന്നെന്തോ അനു വിളിക്കുന്നത് കേട്ടു. അഷ്കറും കൂടി നന്നായിട്ട് ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ ഇത്രയും ചെയ്തപ്പോഴേക്കും ഒന്ന് ഹെയർ കട്ടൂടെ ചെയ്യായിരുന്നു എന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തു കേട്ടോ. ഹെയർ കട്ട് ഞാൻ ചെയ്തില്ല, കാരണം നമ്മളിപ്പോൾ ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഹെയർ കട്ട് ചെയ്താൽ നമ്മൾ ഈ എക്സ്റ്റൻഷനൊക്കെ വയ്ക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി ചാടിയൊക്കെ കിടക്കുക, അത് പിടിച്ച് വയ്ക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഹെയർ കട്ടൊന്നും ചെയ്തില്ല. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മുടി ഭയങ്കര നീളം പോലെ തോന്നി. ഒന്ന് മുടി വെട്ടി ഷേപ്പല്ല ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമല്ല, എനിക്കിങ്ങനെ ഷോർട്ട് ഹെയറാണ് ഇഷ്ടം. അതാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല എളുപ്പമുണ്ടല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് 3-3:30 ആയപ്പോൾ വീടെത്തിയിട്ട് ഏട്ടൻ ട്യൂഷനൊക്കെ വിട്ട് ട്യൂഷന് പോയിട്ട് വന്നിട്ട് കുഞ്ഞിയെ കണ്ടോളാൻ വയ്യ. കുറേ ദിവസമായി കുഞ്ഞിയെ കണ്ടിട്ട്. അങ്ങനെ നേരെ സച്ചിൻ്റെ വീട്ടിലേക്ക് വന്നു. കുഞ്ഞിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്കും വേദയ്ക്ക് ഇങ്ങനെ എപ്പോഴും കണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ നമുക്ക് അവളൊന്ന് ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോയി വീട്ടിലൊക്കെ നിർത്താമായിരുന്നു. പാല് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ. അവൾക്ക് ഓരോ ഉറക്കം ഉറങ്ങും എഴുന്നേൽക്കും പാല്, വീണ്ടും ഉറക്കം ഉറങ്ങും എഴുന്നേൽക്കും പാല്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. 6 മാസം ആയെങ്കിൽ നമുക്ക് വീട്ടിലെടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ ഞാനും വേദ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. എന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ല. അപ്പം ഞാൻ കരുതുന്ന പിന്നെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാമെന്ന് കരുതി. സ്കിൻ കെയർ അല്ല, നൈറ്റ് റൊട്ടീൻ കാണിക്കാമെന്ന് കരുതി.
മസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, എവിടെയാണെങ്കിലും ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം വേദയും ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്, രാത്രി ബ്രഷ് ചെയ്യാന്നുള്ളത്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ബ്രഷ് ചെയ്തിട്ട് വെള്ളം പോലും ഞാനും വേദയും കുടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നൈറ്റും ബ്രഷ് ചെയ്തിട്ടേ ഞങ്ങൾ കിടക്കത്തുള്ളൂ. അത് മസ്റ്റായിട്ടുള്ളൊരു ശീലമാണ്. അതിന് എത്ര എഴുന്നേൽക്കാൻ വയ്യെങ്കിലും അത് ഉറപ്പായിട്ടും ചെയ്യും. അത് ചില കാര്യങ്ങൾ നമ്മൾ ശീലമായി പോയാൽ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. കുന്ത ഈ മുടി ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് ഇനി 2 ദിവസം പിടിച്ച് കെട്ടത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അഴിച്ചിട്ടേക്കേ, അതങ്ങോട്ട് പിടിച്ചിട്ടും വരുന്നില്ല, ഇങ്ങോട്ട് പിടിച്ചിട്ടും വരുന്നില്ല. എന്നിട്ട് ഞാനൊരു ചെറിയ വേല ഒപ്പിച്ചു. ആ ബാങ്ക്സ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്നങ്ങ് വെട്ടിക്കുറച്ചു കേട്ടോ. ടീനേയും ടെസ്സിയും കാണണമെങ്കിൽ എന്നെ കൊല്ലും. കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞു, അയ്യോ ശ്രീകുട്ടി അതിനി വെട്ടരുതേ തുടരുതേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് വെട്ടി. ടീനയ്ക്കും ടെസ്സിക്കും കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാത്തത് കേട്ടോ. ഉടനെ തന്നെ ഒരു ഓണം ഷൂട്ടൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പണ്ട് ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇതാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് ക്ഷീണം കാണുന്നത്. അപ്പോൾ ഞാൻ വേദയോട് പറയും, കൊച്ചേ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ഇപ്പോഴേ ചെയ്തോളാം, അല്ലെങ്കിൽ മോന്തയൊക്കെ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആവുമെന്ന് പറയും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ക്യൂർ സ്കിന്നിൻ്റെ ആണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പ്രൊമോഷൻ ഉണ്ട് ആക്ച്വലി. മന്ത്ലി ട്വൈസ് ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ക്യൂർ സ്കിന്നിൻ്റെ. പക്ഷേ സീരിയസ്ലി ഞാൻ ഈ ഒരു ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ആ വീഡിയോസിലൊക്കെ പറയും പോലെ അതിലൊരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. കറക്റ്റ് നമ്മളെ സ്കിന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തരും കേട്ടോ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ഈ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കൊളാബ് പ്രോഡക്റ്റ്സ് ഒക്കെ വരുമ്പോൾ അതുമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും എൻ്റെ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ക്യൂർ സ്കിന്നാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു ഫേസ് വാഷ് വരും, ഒരു സൺസ്ക്രീന് വരും, പിന്നെ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസറോ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളോ സെറോ അങ്ങനെ എന്തെങ്കിലും വരും. ഇതിപ്പോൾ 2 ദിവസം മുന്നേ വന്നതാണ്. അപ്പോൾ ഫേസിൽ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പൊട്ടിക്കാണ്ട് വെച്ചേക്കായിരുന്നു. ഇന്നിപ്പോൾ പൊട്ടിച്ചു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് സിറം വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സിറം കൂടിയുണ്ട്. അപ്പോൾ ഫേസ് വാഷ്, നമ്മുടെ ക്യൂർ സ്കിന്നിൻ്റെ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് എല്ലാം ചെയ്ത ശേഷം നൈറ്റ് ഈ ഒരു സിറം കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെ വീക്ക്ലി 3 ടൈംസ് ഒരു മോയ്സ്ചറൈസറൂടെ നൈറ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. അതൊന്നും അപ്ലൈ ചെയ്യാനായിട്ടില്ല. പിന്നെ ഞാനൊരു ടാബ്ലറ്റ് കൂടെ എനിക്ക് അവർ തന്നിട്ടുണ്ട് രാവിലെ കഴിക്കാനായിട്ട്. അതും കഴിക്കാറുണ്ട് കേട്ടോ. ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഫേസിന് നല്ല ഗ്ലോ ആണ്. നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ അതിന് മുന്നേ വരെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഗ്ലോ ആയിട്ടിരുന്നു. അവിടെ പോയിട്ട് വന്ന് പിന്നെ ഞാൻ കഴിക്കാതെയൊക്കെ അങ്ങ് വിട്ടു. ഇപ്പോൾ വീണ്ടും പുതിയ ബോക്സ് വന്നതിൽ ആ ഗുളികയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ നല്ല സെറ്റപ്പായിട്ടിരിക്കും കേട്ടോ. ഇപ്പോൾ സ്കിൻ ആ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്തതുകൊണ്ടൊന്ന് സുന്ദരിയായിട്ടിരിക്കാനുള്ള കൊതിയാണേ. പിന്നെ മസ്റ്റായിട്ടുള്ളൊരു കാര്യം വാസലിൻ. അണ്ടർആം റോളും വാസലിനും എവിടെ പോയാലും എന്നോടൊപ്പം ഉണ്ടാവും. നൈറ്റ് ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. കാരണം ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് കൊണ്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വലുതായിട്ട് ഡ്രൈ ആയിരിക്കുക, ചുണ്ട് പൊട്ടി പോവുക, അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഡ്രസ്സെല്ലാം മാറ്റി ഒരു നൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ട് കിടന്നുറങ്ങും. നൈറ്റ് ഡ്രസ്സ് കാണിക്കാത്തതാണ് ഭംഗി കേട്ടോ. കാരണം അത്രയും ദയനീയമാണ് അതിൻ്റെ അവസ്ഥ. കൈയും കാലും ഒന്നുമില്ലാത്തൊരു നൈറ്റ് ഡ്രസ്സ് കേട്ടോ. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പിന്നെ എൻ്റെ കയ്യിൽ കിടക്കുന്ന ആമമോതിരവും ബ്രേസ്ലെറ്റും മാലയൊക്കെ ഊരി വയ്ക്കും. മാല അത്രയും തിന്നായതുകൊണ്ട് കേട്ടോ ഊരി വയ്ക്കുന്നത്. ചിലപ്പോൾ കിടക്കുമ്പോൾ പൊട്ടിയെങ്ങാനും പോകണമെങ്കിലോ. പിന്നെ മാലയും സ്വർണ്ണവും വെള്ളിയും കൂടി ഒരുമിച്ച് വെച്ചാൽ വെള്ളി സ്വർണ്ണത്തിനെ തിന്നുമെന്ന് പറയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.